ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. 2025 ഓസ്കാർ നാമനിർദ്ദേശങ്ങളും അതിൻ്റെ സമ്മാന വിതരണവും നടന്നു. അപ്പോൾ ഓരോ സിനിമയെ പറ്റിയുള്ള അവലോകനവും, എന്തുകൊണ്ട് ആ സിനിമയ്ക്ക് ലഭിച്ചു, മറ്റ് സിനിമകൾക്ക് എന്താണ് ലഭിക്കാത്തത് എന്നുള്ള കാര്യങ്ങളും. ഇതിലെല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു അവലോകനം നടത്താൻ സാധിക്കില്ല. എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ കണ്ട പടങ്ങളിൽ ഏതൊക്കെ നന്നായിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയേക്കുന്നത് അനോറ എന്ന് പറയുന്ന സിനിമയാണ്. 2024 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഏറ്റവും നല്ല സിനിമയെന്ന് കരുതിയിട്ട് നിങ്ങൾ ഓസ്കാർ കിട്ടിയെന്ന് കരുതിയിട്ട് ഫാമിലിയായിട്ട് കാണാൻ ഉദ്ദേശിക്കരുത്. ഇതൊരു +18 മൂവിയാണെന്ന് ഞാൻ പറയുന്നു. റേറ്റഡ് മൂവിയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ മത്സരിക്കാനുള്ള വിഭാഗത്തിലുണ്ടായിരുന്ന ബാക്കി സിനിമകളിലാണ് ഞാൻ പറയുന്നത്. ദ കംപ്ലീറ്റ് അൺനോൺ, കോൺക്ലേവ്, വിക്ഡ് ബോയ്സ്, ഐ ആം സ്റ്റിൽ ഹിയർ, ദ സബ്സ്റ്റൻസ്, ഡ്യൂൺ പാർട്ട് 2, വിക്ഡ്, ദ ബ്രൂട്ടലിസ്റ്റ്. ഇത്ര സിനിമകളാണ്. ഇതിൽ ഞാൻ ബ്രൂട്ടലിസ്റ്റും വിക്ഡും ഡ്യൂൺ പാർട്ട് 2 തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ദ സബ്സ്റ്റൻസ് OTT-യിലാണ് ഞാൻ കണ്ടേക്കുന്നത്. കോൺക്ലേവ് ഞാൻ OTT-യിലാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ദ ബ്രൂട്ടലിസ്റ്റിന് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കൊടുക്കാമായിരുന്നു. കോൺക്ലേവ് ഞാൻ വളരെ പ്രതീക്ഷ അർപ്പിച്ച ഒരു സിനിമയായിരുന്നു. കോൺക്ലേവിനും കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇതിന് കൊടുത്തു എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. നെക്സ്റ്റ് ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നതും ഈ അനോറ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നായികയ്ക്ക് തന്നെയാണ്. മിക്കി മാഡ്സനാണ് ആനി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മിക്കി മാഡ്സനാണ് കിട്ടിയിരിക്കുന്നത്. ഈ മിക്കി മാഡ്സൻ്റെ ഒപ്പം മത്സരിക്കാനുണ്ടായിരുന്നത് ഫെർണാണ്ടോ ടോറസ് എന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഇൻ ഹിയർ എന്ന് പറയുന്ന സിനിമ. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. മിക്കി മാഡ്സൺ തന്നെയാണ് കിട്ടുന്നത് എന്നത്. പിന്നെ ഡെമി മോര ദ സബ്സ്റ്റൻസിൽ അഭിനയിച്ചതിനൊന്നും ഡെമി മോരയ്ക്ക് നല്ല ആക്ട്രസിനുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കർല സോഫി ഗ്ലാഡ്സൺ എമിസൺ പെരേര എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിക്കുള്ളതാണ്. നെക്സ്റ്റ് സിദ്ദിനി കെറോറ എന്ന് പറയുന്നത് വിക്ഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അപ്പോൾ ഈ ഇത് തീരുമാനം വെച്ച് നോക്കുമ്പോൾ മിക്കി മാഡ്സന് കൊടുക്കുന്നത് തന്നെയാണ് നല്ല അഭിപ്രായം. നെക്സ്റ്റ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ആഡ്രിയൻ ബ്രോഡി എന്ന് പറയുന്നതാണ്. ദ ബ്രൂട്ടലിസ്റ്റ്. നല്ല അഭിപ്രായം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിപ്രായമാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇയാളുടെ ഒപ്പം മത്സരിക്കാനുണ്ടായത് റാൽഫ് ഫിർമാൻ എന്ന് പറയുന്നതാണ്. കോൺക്ലേവ് എന്ന് പറയുന്ന സിനിമയിൽ പോപ്പായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്ക് ഒരു പരിഗണിക്കാമായിരുന്നു അയാളെ. നെക്സ്റ്റ് സെബാസ്റ്റ്യൻ സ്റ്റാൻ എന്ന് പറയുന്നത് ദ അപ്രന്റീസ്. ആ പടം ഞാൻ കണ്ടിട്ടില്ല. നെക്സ്റ്റ് ദ 3 ചാലഞ്ച്മെന്റ് എന്ന് പറയുന്നത് ദി കംപ്ലീറ്റ് അൺനോൺ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ആൾക്ക്. നെക്സ്റ്റ് കോളമാൻ ഡാങ്കോ സിംഗ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ആൾക്ക്. ഈ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ. അടുത്തതായിട്ട് നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമാണ്. വിദേശ ഭാഷ ചിത്രത്തിനുള്ളത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അത് കിട്ടിയിരിക്കുന്നത് ഒരു നെതർലാൻഡ് സിനിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഐ ആം സ്റ്റിൽ ഇൻ ഹിയർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ പടം ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. കൊടുക്കേണ്ട ഒരു പരിഗണനയ്ക്ക് അത് നല്ല സിനിമ തന്നെയാണ്, കൊടുക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ആ സിനിമയുടെ ഒപ്പം വന്നേക്കുന്നത് ദ ഗേൾ വിത്ത് നീഡിൽ എന്ന് പറയുന്ന സിനിമ. ദ ഗേൾ വിത്ത് നീഡിൽ ആ പടത്തിന് എനിക്ക് ഒരു മുൻഗണന കൊടുക്കണമെന്നുണ്ട്. ദ ഗേൾ വിത്ത് നീഡിൽ എന്ന് പറയുന്നത് മാഗ്നസ് വോൾസൻ്റെ. നെക്സ്റ്റ് ഫ്ലോ എന്ന് പറയുന്ന ഒരു അനിമേറ്റഡ് ചിത്രം, അതിനെ തഴയാവുന്നുള്ളൂ. നെക്സ്റ്റ് എമിലി പെരേസ എന്ന് പറയുന്ന സിനിമ തഴയാവുന്നുള്ളൂ. ദ സീഡ് ഓഫ് ദി സെക്കൻഡ് ആ പറയുന്ന പടം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐ ആം സ്റ്റിൽ ഇൻ ഹിയർ ഓക്കെ, നമുക്ക് അത് ഓക്കെ എന്ന് പറയാം. നെക്സ്റ്റ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്ന് പറയുന്നത് എമിലി പെരേസ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച സോയി സോൾഡിമാന എന്ന് പറയുന്ന നടിക്കാണ് കൊടുത്തേക്കുന്നത് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിട്ടുള്ളത്. ഇത് ഈ പറയുന്ന നായികയ്ക്ക് ഒപ്പം മത്സരിക്കാനുണ്ടായിട്ടുള്ളത് ഫെസിലിറ്റി ജോൺസ് എന്ന് പറയുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത്. മോണിക്ക ബാർക്കോ ദ കംപ്ലീറ്റ് അൺനോൺ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. അറീന ഗ്രാൻഡെ വിക്ഡിൽ അഭിനയിച്ചേക്കുന്നത്. ഇസബെല്ല റോസിലിൻ കോൺക്ലേവിൽ അഭിനയിച്ചേക്കുന്നത്. ഇപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ സോയി സോൾഡ്മാൻ ഫെമിലി പാരസ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നടിക്ക് തന്നെ കൊടുക്കുന്നതാണ് നല്ല അവാർഡ് പ്രഖ്യാപനം തന്നെയാണ്. നെക്സ്റ്റ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്ന് പറയുന്നത് കിരിയൻ ഷോക്കിംഗ് എന്ന് പറയുന്ന ആളാണ്. ദ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ്.
ഇതിനൊപ്പം വന്നേക്കുന്നത് ഗൈ പേഴ്സ് എന്ന് പറയുന്നത് ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. അതിന് കൊടുക്കാമായിരുന്നു കേട്ടോ. ബ്രൂട്ടലിസ്റ്റിൽ ഗൈ പേഴ്സ് എന്നായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. നെക്സ്റ്റ് യുറോറി ബൊറാസ എന്ന് പറയുന്ന ആൾ അനോറ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത്. എഡ്വാർഡ് നോർട്ടൺ ദി കംപ്ലീറ്റ് അൺനോൺ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. വെരിമെൻ സ്ട്രോങ് എന്ന് ദ അപ്രന്റീസ്, ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ നോമിനേഷൻ വന്നിരുന്നു. എന്നിരുന്നാലും കീറൻ ചോക്കിംഗ് എന്ന് പറയുന്നത് റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയിലുള്ള ആൾക്ക് കൊടുത്തതാണ്. അത് അഭിനന്ദനാർഹം. നെക്സ്റ്റ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി, ഞാൻ ഈ ഡോക്യുമെൻ്ററി കണ്ടിട്ടില്ല. നോ അതർ ലാൻഡ്സ് എന്ന് പറയുന്നതാണ്. യുവാൻ അബ്രഹാമും ബ്രേസൽ ആഡ്ര റാച്ചൽ എന്ന് പറയുന്നവർ അഭിനയിച്ചതാണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ആയിട്ട് കൊടുത്തേക്കുന്നത്. ഞാനത് കണ്ടിട്ടില്ല. ഇതിനൊപ്പം മത്സരിക്കാനുണ്ടായത് പ്രൊസിലിൻ വിയാർ, ബ്ലാക്ക് ബോക്സ് ഡയറീസ്, സൗണ്ട് ട്രാക്ക് ആൻഡ് എ കപ്പ് ഓഫ് ഈ കാറ്റ് എന്ന് പറയുന്നത്, ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഈ ബ്ലാക്ക് ബോക്സ് ഡയറീസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ നോ അതർ ലാൻഡ്സ് കാണാത്ത കാരണം എനിക്ക് ഇതിനെ പറ്റിയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ബെസ്റ്റ് ഡയറക്ടർ എന്തിനു പറയുന്നത്, അനോറ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് സീൻ ബേക്കർ തന്നെയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് അതിനൊപ്പം മത്സരിക്കാനുണ്ടായിരിക്കുന്നത് കൊറാലിയ ഫോർഗ്രറ്റ് സബ്സ്റ്റൻസിൽ അഭിനയിക്കുന്നത് ജെയിംസ് ബാൻഗ്ലോഡ് ദി കംപ്ലീറ്റ് അൺനോൺ സംവിധായകൻ. നെക്സ്റ്റ് ജാക്ലിൻ ഓഡിയോഡ് എമിലിയ പെരീസ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. ബ്രാഡി കാർബറ്റ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. ഇവർക്കൊക്കെയാണ്. പക്ഷേ ഇതിൽ ആക്ടർ ബെസ്റ്റ് ഇത് ഡയറക്ടർ കൊടുക്കുന്നത് അനോറയ്ക്ക് ഉള്ള ഇതിൽ 7 കിട്ടിയല്ലോ. അപ്പോൾ അതിൽ ബെസ്റ്റ് ഡയറക്ടർ സീൻ ബേക്കർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം എന്ന് പറയുന്നതിലാണ്. ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനത്തിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ഫിലിം. ഞാൻ ഇതിൽ തിയേറ്ററിൽ പോയി 2 പടം കണ്ടിട്ടുണ്ട്. ഇതിൽ നോമിനേഷൻ വന്ന പടങ്ങളാണ് ഇൻസൈഡ് ഔട്ട് 2. തിയേറ്ററിൽ പോയിട്ടാണ് ഞാൻ പടം കണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ ഈ ഫ്ലോൻ്റെ എന്ന് പറഞ്ഞ സിനിമയുടെ ഒപ്പം എത്തില്ല. നെക്സ്റ്റ് ദ വൈൽഡ് റോബോട്ട്, സോബാ സിറ്റി പോയിട്ട് ഞങ്ങളുടെയാണ് അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വൈൽഡ് റോബോട്ട്. പിന്നെ വാലൻസ് ഗ്രോമിറ്റ് ആൻഡ് വാഗ്രൻസ് ഓഫ് മോസ്റ്റ് ഫ്ലോ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ആ പടം. നെക്സ്റ്റ് മെമ്മറീസ് ഓഫ് സ്നെയിൽ, ഞാൻ പടം കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും സിനിമയിൽ ഫ്ലോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്തതിൽ അഭിനന്ദനാർഹം. അത് നല്ല ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. നെക്സ്റ്റ് ബെസ്റ്റ് ഒറിജിനൽ സ്കോർ എന്ന് പറയുന്നത് അത് ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നത് അതിന് കൊടുക്കണം. ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഡാനിയൽ ബൽഗർഗിനാണ് ബ്രൂട്ടലിസ്റ്റിനൊപ്പം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഒറിജിനൽ സ്കോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിനോടൊപ്പം മത്സരിക്കാൻ വന്നിരിക്കുന്നത് എമിലി പെരേസ എന്ന് പറയുന്ന സിനിമയിലുള്ള സിനിമയുടെ സ്കോർ കൊടുത്തേക്കുന്നത് കാമിലിയ എന്ന് പറയുന്നത്. കോൺക്ലേവിൻ്റെ സിനിമയുടെ കൊടുത്തേക്കുന്നത് വോൾക്കർ ബാറ്റ്മാൻ. നെക്സ്റ്റ് ദ വൈൽഡ് റോബോട്ട് ക്രിസ് ബ്രൗസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് വിക്ഡ് എന്ന് പറയുന്ന സിനിമ. വിക്ഡ് എന്ന സിനിമയിൽ ജോൺ പവർ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് ബെസ്റ്റ് ഒറിജിനൽ സ്കോർ. എന്നാൽ പോലും ഈ ബ്രൂട്ടലിസ്റ്റിൽ അഭിനയിച്ച ഡാൻ ബ്ലഗ് തന്നെ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു ഉചിതമായ കാര്യമാണ്. നെക്സ്റ്റ് ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ബെസ്റ്റ് ആക്ഷൻ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്നതാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് സീൻ ബെക്കർ എന്ന് പറയുന്നത് അതും അനോറയ്ക്കാണ് കൊടുത്തത്. അനോറ എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് സിനിമ കിട്ടിയിരിക്കുന്നതാണ്. നെക്സ്റ്റ് ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഐ ആം നോട്ട് എ റോബോട്ടാണ്. നെക്സ്റ്റ് ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി ഈ എന്തിന് ദ ബ്രൂട്ടലിസ്റ്റിന് തന്നെയാണ് ഫസ്റ്റ് കൊടുക്കേണ്ടതായിരുന്നു ബെസ്റ്റ് ഫിലിമിന്. അനോറയ്ക്കാളൊക്കെ നല്ലത് ബ്രൂട്ടലിസ്റ്റിനാണ് ഞാൻ എപ്പോഴും പറയുന്നല്ലോ. ഇതിനോടൊപ്പം മത്സരിക്കാനുണ്ടായത് ഈ സെക്കൻഡ് സ്ഥാനം ഉണ്ടായത് ലോൽ ക്രോളിയുടെ ബ്രൂട്ടലിസ്റ്റ്. നെക്സ്റ്റ് പോൾ ഗ്രാനിയുടെ എമിലി പെരേസ, ജി ഫെർണാസിൻ്റെ ഡ്യൂൺ പാർട്ട് 2 ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എഡ് ആൻഡ് ലാരിയുടെ മോറിയ എന്ന് പറയുന്നത്, നോസ്മേസിൻ്റെ ജെറിൻ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമകളാണ് മത്സരിക്കാനുണ്ടായത്. പക്ഷേ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി ഇയാൾ തന്നെ ലാ ക്രോളിയെ കൊണ്ടുപോയി ഈ പറയുന്ന ബ്രൂട്ടലിസ്റ്റിന്. നെക്സ്റ്റ് ബെസ്റ്റ് അനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇൻ ദി ഷാഡോ. നെക്സ്റ്റ് ബെസ്റ്റ് വിഷ്വൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് കൊടുത്തേക്കുന്നത് ഡ്യൂൺ. എന്തുകൊണ്ട് ഡ്യൂൺ പാർട്ട് 2 എന്താ തിയേറ്ററിലെ അനുഭവമായിരുന്നത്. ഡ്യൂൺ പാർട്ട് 2വിനാണ് ബെസ്റ്റ് വിഷ്വൽ എഫക്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അത് 2 പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ഫെർണാണ്ടോ അങ്ങനെയാണ് അതിൻ്റെ പേര്, ഞാൻ അതിൻ്റെ ഓർമ്മ വരുന്നില്ല. പിന്നെ സ്റ്റീഫൻ ജെയിംസ്, എനിക്ക് അയാളുടെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നെക്സ്റ്റ് കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എപ്സ് മത്സരിക്കാനുണ്ടായിരുന്നു. ബെറ്റർമാൻ മത്സരിക്കാനുണ്ടായിരുന്നു. വിക്ഡ് മത്സരിക്കാനുണ്ടായിരുന്നു. അലൈൻ വേഴ്സസ് റോമുലസ് നിങ്ങൾ പടം തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ കൊടുക്കണമായിരുന്നു തോന്നുന്നു. പക്ഷേ ഡ്യൂൺ പാർട്ട് 2ൻ്റെ ഒപ്പം എത്തില്ല മക്കളെ, അതുകൊണ്ടാണ്. നെക്സ്റ്റ്
ബെസ്റ്റ് മേക്കപ്പ് നിങ്ങൾ ഒന്നും നോക്കണ്ട, ദ സബ്സ്റ്റൻസ്. ആ പടം കണ്ട ആൾക്കാർക്ക് ബെസ്റ്റ് മേക്കപ്പ് സബ്സ്റ്റൻസിനല്ലാതെ കൊടുക്കുക, അത് ഒരു നിവർത്തിയില്ല. നെക്സ്റ്റ് ബെസ്റ്റ് എഡിറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞു അനോറയുടെ സംവിധായകനായിട്ടുള്ള സ്റ്റീവ് തന്നെയാണ് ബെസ്റ്റ് എഡിറ്റർ റോൾ കിട്ടിയിട്ടുണ്ട്. അയാളാണ് ആ പടത്തിൻ്റെ റൈറ്ററും സംവിധായകനും എഡിറ്ററും, അയാൾക്ക് 3 അവാർഡ് കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത് അത് വിക്ഡ് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം മത്സരിക്കാണ്ടായത് കോൺക്ലേവും ഡ്യൂൺ പാർട്ട് 2 തന്നെയായിരുന്നു. എന്തുകൊണ്ട് വിക്ഡിന് കൊടുത്തു എന്നറിയില്ല, ഡ്യൂൺ പാർട്ട് 2 കൊടുക്കാമായിരുന്നു. നെക്സ്റ്റ് ബെസ്റ്റ് സൗണ്ട് തിയേറ്ററിൽ നിന്ന് ഞാൻ ആസ്വദിച്ചതാണ് ഡ്യൂൺ പാർട്ട് 2. ഓ വാട്ടെ, പിന്നെ അലൈൻ റോംലെസ്, ഓ ഓ ഓ വാവ് സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമകളുടെ എല്ലാ കാര്യങ്ങളും. ഇത് എന്നിട്ട് പറയാം, കുറച്ച് സിനിമകൾ കാണാത്തുണ്ട്, ഇത് ഞാൻ ഓരോന്നായിട്ട് ചിലതൊന്നും കിട്ടുന്നില്ല, OTT കിട്ടുന്നില്ല, ടൊറൻറ്റിലും കിട്ടുന്നില്ല. എന്ത് തന്നെയായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പരിചിതമില്ലാത്ത പേരുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അരോചകമായി തോന്നരുത്. ഇത് ഈ നമ്മൾ വിദേശ സിനിമകളെ കൂടുതൽ കാണണം, എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ നമ്മുടെ സിനിമകളെ നമുക്ക് വിമർശിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പല മലയാള സിനിമകൾക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം ഞാൻ ഇത്ര സിനിമകൾ കണ്ടിരിക്കുകയാണ്. ഈ അനോറ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇന്നലെയാണ് കണ്ടത്. ഏറ്റവും ബെസ്റ്റ് എന്തുള്ള കിട്ടിയിരുന്നത് അനോറ നിന്ന് കോൺക്ലേവും വിക്ഡൊക്കെ മുന്നേ കണ്ടു കഴിഞ്ഞിട്ടുള്ള പടങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഓസ്കർ പ്രഖ്യാപനം എന്തുകൊണ്ടും തന്നെ ഒരു ശരാശരി നിലവാരം പുലർത്തുന്ന ഒന്നായിരുന്നു. ഓക്കെ, താങ്ക് യു, നമസ്കാരം സുഹൃത്തുക്കളെ.